സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 26-ാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനിടെ സമരക്കാരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു ആശാ വർക്കേഴ്സ് എന്ന വാർത്തയുമുണ്ട്. സലീം മാലിക് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഈ സമരത്തിന്റെ തീവ്രത കൂടുകയാണോ കുറയുകയാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമരത്തിന്റെ തീവ്രത കുറയുന്നില്ല. കാരണം നാളെ അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട വലിയ പരിപാടിയാണ് ഇവിടെ ആശാ വർക്കേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. വനിതാ കൂട്ടായ്മ വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള വ്യത്യസ്തരായ വനിതകളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി കെ സദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ സമരപരിപാടികളുമായി തുടരും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. എന്തായാലും ഈ സമരം ഈ നിലയിൽ തന്നെ തുടരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശാ വർക്കേഴ്സിനെതിരെ ചില അധിക്ഷേപ പരാമർശങ്ങളൊക്കെ CITU നേതാക്കൾ ഉയർത്തിയിരുന്നു. അത് സംബന്ധിച്ച പരാതികളുമായി കൂടി ഇവർ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വനിതാ കമ്മീഷൻ അത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു. അധിക്ഷേപിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള പരാതി കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ കലാകാരന്മാരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ കലാകാരന്മാർ ഇവിടെ എത്തും. 6 മണി മുതൽ 10 മണി വരെ അത്തരത്തിലുള്ള കലാപ്രകടനങ്ങൾ കൂടി അരങ്ങേറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെയാണ് ഈ സമരക്കാരുടെ ഒരു വലിയ പരിപാടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ മാർച്ചിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിലാണ് ആ പരിപാടി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കെ വി തോമസ് ഇന്ന് നിർമ്മലാ സീതാരാമനുമായി സംസാരിക്കും എന്ന് പറയുമ്പോഴും അതിലും ആശാ വർക്കേഴ്സിന് പ്രതികരണമുണ്ട്. ഇപ്പോൾ സമര നേതാവ് MA ബിന്ദു നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കെ വി തോമസ് സംസ്ഥാനത്തിന് പ്രത്യേക പ്രതിനിധി ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണുകയാണ്. എന്താണ് നിങ്ങൾ പ്രതീക്ഷ? തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. കേന്ദ്രവും സംസ്ഥാനവും നമുക്ക് തരാനുള്ളതൊക്കെ തരട്ടെ. കേന്ദ്രത്തെ കണ്ട് അത് ബോധിപ്പിച്ച് വാങ്ങിച്ച് തരുന്നതിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാനം തരാനുള്ളതും കൂടി വർദ്ധിപ്പിച്ച് തരണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പൈസ നേരത്തെ അനുവദിച്ചു എന്ന് കേന്ദ്രം പറയുന്നു, അതല്ല കേന്ദ്രം തരാത്തതാണെന്ന് സംസ്ഥാനം പറയുന്നു. അങ്ങനത്തെ തർക്കങ്ങളൊക്കെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? തീർച്ചയായിട്ടും അതിന് ഈ തർക്കത്തിൽ ഞങ്ങൾ ആളുകളല്ല. അതിനകത്ത് നമുക്ക് ഒരു ഇടപാടുമില്ല. അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കമാണ്. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ ഈ ഡിമാൻഡിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. സാമ്പത്തിക വിഷയങ്ങൾ അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ വിഷയത്തിൽ ഡിമാൻഡ് അംഗീകരിക്കുക എന്നുള്ള സംസ്ഥാനം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യണം. അതാണ് ഈ ആശാ വർക്കേഴ്സ് പറയുന്നത്. കാരണം ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കത്തിൽ തങ്ങൾ കക്ഷികളല്ല. പക്ഷേ സംസ്ഥാനം ചെയ്യേണ്ടത്, അതായത് ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ളവ അത് സംസ്ഥാനം ചെയ്യേണ്ടതാണ്. അക്കാര്യം കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. താങ്ക് യു.